ഞാൻ കുറച്ച് പുതിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അറിയാൻ കണ്ടിന്യൂ വാച്ചിങ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ 1-2 മാസമായിട്ട് കുറച്ച് പുതിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ടെസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ 1-2 പ്രോഡക്ട്സ് ലേറ്റസ്റ്റ് ലോഞ്ചാണ്. മറ്റ് കുറച്ച് പ്രോഡക്ട്സ് ലേറ്റസ്റ്റ് ലോഞ്ച് അല്ലെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫെയർലി ന്യൂ. സോ നമുക്ക് വേഗം ഈ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. First one is Conscious Chemist Lip Jelly in the variant Vanilla. ഇതിൽ SPF 50 ഉണ്ട്, PA 4+ റേറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന പ്രോഡക്ട്സിൽ എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. ഇത് ഒരു ബ്യൂട്ടിഫുൾ ലിപ് ബാം ആട്ടോ. ഇതിൽ കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ് ആൻഡ് സെറമൈഡ്സ് ഉണ്ട്. സോ SPF ഉള്ളതുകൊണ്ട് നമുക്കിത് സൺ പ്രൊട്ടക്ഷൻ തരുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ലിപ്സിലെ പിഗ്മെന്റേഷനും ഇതൊരു ലെവൽ വരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്ലസ് നമ്മുടെ ലിപ്സിന് നല്ല ഹൈഡ്രേറ്റഡ് പ്ലംപ് മോയ്സ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ സെറമൈഡ്സും പെപ്റ്റൈഡ്സും ഉണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു ബട്ടറി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. ദിസ് ഇസ് നോട്ട് വാക്സി ബട്ട് കുറച്ചുകൂടി ഒരു ബട്ടറി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. ഇറ്റ്സ് നോട്ട് ടു തിക്ക് ആൻഡ് ഇറ്റ്സ് നോട്ട് ടു ലൈറ്റ്, സംവെയർ ഇൻ ബിറ്റ്വീൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മീഡിയം തിക്ക് കൈൻഡ് ഓഫ് ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ഇത് SPF ഉള്ള ലിപ് ബാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് മോർണിംഗ് ടൈമിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് പുറത്ത് പോകുന്നതിന് മുന്നേ ബിഫോർ യു അപ്ലൈ എ ലിപ്സ്റ്റിക് യു ക്യാൻ അപ്ലൈ ദിസ്. പക്ഷേ ഞാനിത് രാത്രിയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ആൻഡ് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ രാവിലെ വരെ എൻ്റെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് 4 ഡിഫറെൻറ്റ് വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് വാനില വേരിയൻ്റ് ആണ്. ബാക്കിയുള്ള വേരിയൻസിനൊക്കെ കുറച്ച് ടിൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ക്ലിയർ ജെല്ലാണ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ടിൻറ്റ്. ലൈറ്റ് ഒരു ബട്ടർ ക്രീം യെല്ലോ ആ ഒരു കൈൻഡ് ഓഫ് കളറാണ് ഇതിനുള്ളത്. വൈറ്റിഷ് യെല്ലോ ഓർ ഓഫ് വൈറ്റ് കളർ എന്ന് പറയാം. ഇറ്റ് സ്മെൽസ് ഡിവൈൻ. നിങ്ങൾക്ക് എന്നെ കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഐ ആം എ വെനില ഫ്രേഗ്രൻസ് ലവർ. ഇതൊരു അടിപൊളി വെനില ഫ്രേഗ്രൻസ് ആണ്. നമുക്ക് നോർമലായിട്ടുള്ള വെനില ഫ്രേഗ്രൻസിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പണ്ട് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിലെ ചെറുപ്പകാലത്തൊക്കെ നാട്ടിലെ ബേക്കറിയിൽ ക്രീം ബണ്ണൊക്കെ മേടിക്കാൻ പോകുമ്പം ഓർ ചില കേക്കിൻ്റെ മുകളിലൊക്കെ ഒരു ഫ്രോസ്റ്റിംഗ് ഇട്ട് തരുമല്ലോ, വനില ബട്ടർ ക്രീം കൈൻഡ് ഓഫ് ഫ്രോസ്റ്റിംഗ്. ആ ഫ്രോസ്റ്റിങ്ങിനൊരു മണമുണ്ട്, ഈ ബേക്കറി പോകുമ്പോഴൊരു മണം. അതുപോലത്തെ ഒരു വനില സെൻറ്റാണ് ഇതിനുള്ളത്. വിച്ച് ഇസ് വെരി നൊസ്റ്റാൾജിക് ഫോർ മീ. ആൻഡ് ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു സ്വീറ്റ് ടൂത്ത് ഉണരുന്ന പോലെ തോന്നും കേട്ടോ. എന്തെങ്കിലും ഒരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് സോ നൈസ്, ഇറ്റ് സ്മെൽസ് സോ നൈസ്. ഇടയ്ക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒന്ന് സ്മെൽ ചെയ്ത് നൊസ്റ്റു അടിക്കാറുണ്ട് കേട്ടോ. ബിക്കോസ് ഐ ലവ് ദി സെൻറ്റ് ഓഫ് ദിസ്. പക്ഷെ ഡോണ്ട് വറി, ഇതിന് ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ജനറലി SPF ഉള്ള ലിപ് ബാംസിനൊക്കെ ചെറിയൊരു ആഫ്റ്റർ ടേസ്റ്റ് പോലെ ഉണ്ടാകും. ആ ഒരു ലൈറ്റ് ഒരു ആഫ്റ്റർ ടേസ്റ്റ് മാത്രമേ ഇതിനുള്ളൂ. അല്ലാതെ വാനിലയുടെ ഒരു സ്വീറ്റ്നെസ്സോ അങ്ങനത്തെ ഒരു വാനില ടേസ്റ്റോ അതൊന്നും ഇല്ല കേട്ടോ. ആൻഡ് പാക്കേജിങ്ങിൻ്റെ കാര്യം കൂടെ എടുത്ത് പറയണം. ബിക്കോസ് ദിസ് കംസ് ഇൻ എ ട്യൂബ് പാക്കേജിങ്. വെരി കൺവീനിയൻറ്റ്. നമുക്ക് ബാഗിലിടാനും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണിത്. ആൻഡ് ഇതിൻ്റെ ടിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിലിക്കോൺ ടിപ്പാണ്. ദാറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ പ്ലസ് പോയിന്റ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാരണങ്ങൾ കൊണ്ടും എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഇത്. സോ ഐ റിയലി ലൈക്ക് ദിസ്. ഇത് കുറച്ചൊരു പ്രൈസാണ്, 400 സംതിങ് ആണ് ഇതിൻ്റെ MRP വരുന്നത്. സോ ഓഫർ ടൈമിലൊക്കെ നോക്കിയിട്ട് മേടിക്കാം. സോ നല്ലൊരു ഡീലിൽ കാണുകയാണെങ്കിൽ ഡു നോട്ട് തിങ്ക് എനി മോർ, ജസ്റ്റ് ഗ്രാബ് ഇറ്റ്. അടുത്തത് വിഷ് കെയറിൻ്റെ വൈറ്റമിൻ C സീറമാണ്. ദിസ് ഇസ് വിഷ് കെയർ സൂപ്പർ ബ്രൈറ്റ് വൈറ്റമിൻ C സീറം. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഫീച്ചർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിയർ ഇറ്റ് ഇസ്. ഇതിൽ കുറേ നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ വൈറ്റമിൻ C ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, ലിക്കറിഷ് എക്സ്ട്രാക്ട് ഉണ്ട്, ഹൈലറോണിക് ആസിഡും ഉണ്ട്. പ്ലസ് ഇതിൽ ഫെറൂലിക് ആസിഡ് ഉണ്ട് വിച്ച് വർക്ക്സ് റിയലി വെൽ വിത്ത് വൈറ്റമിൻ C. വൈറ്റമിൻ Cൻ്റെ എഫിഷ്യൻസി കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫെറൂലിക് ആസിഡ്. സോ രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പം ഇറ്റ് ബിക്കംസ് എ സൂപ്പർ ഡുവോ. സ്കിന്നിന് ബ്രൈറ്റ്നെസ്സും റേഡിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല ഇൻഗ്രീഡിയൻസും ഉള്ളൊരു വൈറ്റമിൻ C സീറം ആണിത്. ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആട്ടോ. പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്ത പോലെ തോന്നുകയില്ല. ഇറ്റ് ഇസ് വെരി ലൈറ്റ് വെയ്റ്റ് ഓൺ ദ സ്കിൻ ആൻഡ്
കാണാനും വാട്ടർ പോലെയാണ്, പമ്പ് ചെയ്ത് വരുന്നതും വാട്ടർ പോലെയാണ്, ടെക്സ്ചറും ഇറ്റ്സ് ലൈക്ക് വാട്ടർ. ഒരു ടോണർ ഇട്ടൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ഇതിനൊരു തിക്നെസ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിനെസ്സോ അങ്ങനെ ഒന്നുമില്ല. ദി കൺസിസ്റ്റൻസി ഈസ് റിയലി നൈസ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് മോർണിംഗ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹാസ് റിയലി ഹെൽപ്പ് മൈ സ്കിൻ ടു. എൻ്റെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഓർ ആക്നെ മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ മുഖത്തിന് ചെറിയൊരു ബ്രൈറ്റ്നസ്, ഒരു ഗ്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റിയലി നൈസ് പ്രോഡക്റ്റ് ആൻഡ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് ഇഫ് യു ഹാവ് ആക്നെ മാർക്സ്, പിഗ്മെൻറ്റേഷൻ ഓർ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ആകെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ പാക്കേജിംഗ് ആണ്. പമ്പ് പാക്കേജിംഗ് ആണ്, വിച്ച് ഇസ് റിയലി നൈസ്. ആൻഡ് വൈറ്റമിൻ സിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പമ്പ് പാക്കേജിംഗ് തന്നെയാണ്. ദാറ്റ് ഈസ് റിയലി നൈസ്. ബട്ട് അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലാസ് ബോട്ടിലാണ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ഇറ്റ്. വൺ. സെക്കൻഡ് വൺ ഇസ് ദിസ് ലീക്സ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, അറൗണ്ട് ദിസ് ഏരിയ ലീക്കായിട്ടുണ്ട്, ക്യാപ്പിലും കുറച്ച് ലീക്കായിട്ടുണ്ട്. സോ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതും കൊണ്ട്. സോ ദാറ്റ് ഈസ് ലൈക്ക് എ പ്രോബ്ലം. നല്ലൊരു വൈറ്റമിൻ സി സീറം തന്നെയാണ്. ഐ വുഡ് നോട്ട് സേ ദിസ് ഇസ് ബിഗിനർ ഫ്രണ്ട്ലി. ബിഗിനർ ആണെങ്കിൽ നോട്ട് ദിസ്, സം അതർ വൈറ്റമിൻ സി. ബട്ട് നിങ്ങൾ ഓൾറെഡി വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാന്നാണെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ ദിസ്. കൺസിസ്റ്റൻസി ഭയങ്കര ലൈറ്റ് വെയ്റ്റും വാഷറും ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് ഈ ഒരു സിറമാണ്. ദിസ് ഇസ് ഡോട്ട് ആൻഡ് കീ ബ്ലൂബെറി ഹൈഡ്രേറ്റ് 12% ബാരിയർ ബൂസ്റ്റ് ഫേസ് സീറം. ഇത് ആക്ച്വലി ഞാനൊരു യൂട്യൂബ് ഷോർട്ടിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി മേടിച്ചായിരുന്നു. ബിക്കോസ് ഷീ ഹാസ് എ ഡ്രൈ സ്കിൻ. സോ അവൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദിസ്. സോ എൻ്റെ വേറെ ഹൈഡ്രേറ്റിംഗ് സീറംസ് കഴിഞ്ഞ പാടെ ഞാൻ വേഗം പോയിട്ട് ഇത് മേടിച്ചു. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ നൈസ് പ്രൊഡക്റ്റ്. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് 7 ടൈപ്പ് ഓഫ് സെറമൈഡ്സ് ആണ്, പ്ലസ് നയാസിനമൈഡ്, ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ എക്സ്ട്രാക്ട്, ഹൈലറോണിക് ആസിഡ് ആൻഡ് പെപ്റ്റൈഡ്സ്. എല്ലാം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് നല്ലൊരു നറിഷ്മെൻറ്റും മോയ്സ്ചറൈസേഷനും ഒരു ഗ്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളതെല്ലാം. ടെക്സ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു ലൈറ്റ് ജെൽ സീറം കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഇത് കുറച്ച് റണ്ണിയാണ്, ബട്ട് ഇറ്റ് ഈസ് ജെൽ ലൈക്ക് ടെക്സ്ചർ. ഓക്കെ, ജെല്ല് കുറച്ചുകൂടെ ഒന്ന് വാട്ടറി ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ടെക്സ്ചർ ആട്ടോ. ഇറ്റ് ഫീൽസ് വെരി ലൈറ്റ് ഓൺ ദി സ്കിൻ, അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് വെരി വെരി ഹൈഡ്രേറ്റിംഗ്. നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ എനിക്കിത് സീറമല്ല, മോർണിംഗ് ടൈമിൽ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും കേട്ടോ. ഇഫ് യു നോ മീ യു വിൽ നോ ദാറ്റ് എനിക്ക് ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണുള്ളത്, എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മേഴ്സ്. സോ ആ ഒരു ടൈമിൽ ഇതെനിക്ക് രാവിലെ ഒരു മോയ്സ്ചറൈസർ പോലെ തന്നെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് നോർമൽ ഡ്രൈ ഓർ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് ദിസ് ആസ് എ സിറം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. ദാറ്റ് ഈസ് ഓയിലി കോമ്പിനേഷൻ, ആക്നെ പ്രോൺ, ഡ്രൈ, നോർമൽ, സെൻസിറ്റീവ്, ഏതൊരു സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ചും ഒന്ന് മെൻഷൻ ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് സച്ച് എ ക്യൂട്ട് പാക്കേജിങ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ് ഇതിൻ്റെ. വെരി നൈസ്. എല്ലാ പെണ്ണുങ്ങൾക്കും ഇതുപോലത്തെ ക്യൂട്ട് സ്റ്റഫൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുമല്ലോ. സോ ദിസ് ഈസ് വെരി ക്യൂട്ട് ആൻഡ് റിയലി നൈസ് ലുക്കിംഗ്. ബട്ട് ഇതത്ര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല, ബിക്കോസ് ദിസ് ഡസൻറ്റ് ലീക്ക്. പക്ഷേ ദിസ് ഇസ് വെരി ഹെവി. എഗെയിൻ ഇതും ഗ്ലാസ് തന്നെയാണ് ആൻഡ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഹെവി. സോ ട്രാവലിങ്ങിന് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. അതർ ദാൻ ദാറ്റ് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൊഡക്റ്റ് നിങ്ങളുടെ റൂട്ടീനിൽ വേണം എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. അടുത്തത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നയാസിനമൈഡ് ജെൽ ക്രീമാണ്. ഞാൻ കുറച്ചാളായിട്ട് ഇത് യൂസ് ചെയ്യണം, വാങ്ങിച്ച് നോക്കണം, ട്രൈ ഔട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ചിങ്ങനെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ പുഷ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഐ റിഗ്രറ്റ് ദാറ്റ്, ബിക്കോസ് ഇത് കുറച്ച് നാൾ മുന്നേ ട്രൈ ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആയിരുന്നു. എഗെയിൻ ദിസ് ഇസ് ഓൾസോ സച്ച് എ നൈസ് പ്രൊഡക്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല പ്രൊഡക്റ്റാന്ന് പറയാനുള്ള ഞാൻ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം നല്ല പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞല്ലേ പറ്റൂ. സോ യാ, this is also a really nice product, especially for summers. ഇതിൽ key ingredients ആയിട്ടുള്ളത് of course rice water ഉണ്ട്, niacinamide ഉണ്ട്, as the name suggests. പിന്നെ cactus water ഉണ്ട് കേട്ടോ. So what cactus water does is that നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാക്ടസ് വാട്ടർ. ആൻഡ് ഇതിൽ പുതുതായിട്ട് ഞാൻ കേട്ടൊരു പേരും ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് മാറ്റ് മെറൈൻ. അതിനെ അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാറ്റ് ഇസ് വാട്ട് ഐ റെഡ്.
ആൻഡ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ദി സീബം പ്രൊഡക്ഷൻ ഇൻ അവർ സ്കിൻ ആൻഡ് കുറച്ചുകൂടെ ഒരു മാറ്റിഫൈയിങ് ലുക്ക് പ്രൊവൈഡ് ചെയ്യാനും ആ ഷൈൻ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ദാറ്റ് ഈസ് ലൈക്ക് എ ന്യൂ ഇൻഗ്രീഡിയൻറ്റ് ഫോർ മീ. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് എഗെയിൻ ഭയങ്കര ലൈറ്റ് ജെൽ ക്രീം കൈൻഡ് ഓഫ് ടെക്സ്ചറാണുള്ളത് ആൻഡ് ഇറ്റ് ഇസ് ലിറ്റിൽ റണ്ണി. ഓക്കെ, ഇതിപ്പം തുറന്ന് കാണിച്ചു തരാം ഞാൻ. ഇതിന് ഈ സ്റ്റോപ്പർ തിങ് ഇല്ലെങ്കിൽ ഇത് ഫുള്ള് ലീക്കായി മൊത്തം ഒരു മെസ്സാവും. ഈ സ്റ്റോപ്പർ തിങ് നമ്മൾ കളയാതെ സൂക്ഷിച്ചേ പറ്റുള്ളൂ. ആൻഡ് ഈവൺ ഇഫ് ദർ ഇസ് എ സ്റ്റോപ്പർ യു ക്യാൻ സീ ഇതിങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ടേൺ ചെയ്താൽ ഇത് വീഴും. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് വെരി റണ്ണി, ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദി പാക്കേജിങ് വാസ് എ വെരി ബാഡ് ഐഡിയ. ഇതിനൊരു ട്യൂബ് പാക്കേജിങ് ഓർ ഡോട്ട് ആൻഡ് കീ പോലെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് പമ്പ് പാക്കേജിങ് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. ബിക്കോസ് കൺസിസ്റ്റൻസി വൈസ് ഐ തിങ്ക് 90% ഇത് രണ്ടും കൺസിസ്റ്റൻസി വൈസ് സെയിം ആട്ടോ. ലൈക്ക് ഹൗ റണ്ണി ദീസ് ബോത്ത് ആർ. ആ ഒരു ആസ്പെക്റ്റിൽ 90% ഇതും അതേപോലെ തന്നെ റണ്ണിയാണ്. ആൻഡ് അതിനൊരു ജെൽ ലൈറ്റ് റണ്ണി കൺസിസ്റ്റൻസിയാണ് ആൻഡ് ഇതിനും ഒരു ജെൽ ലൈറ്റ് റണ്ണി കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, സോ കൺസിസ്റ്റൻസി വൈസ് രണ്ടും കുറച്ച് സെയിം ആണ്. ബട്ട് ബിക്കോസ് ഇറ്റ്സ് ബാരിയർ ബൂസ്റ്റിംഗ് റിപ്പയർ അതുപോലത്തെ പെപ്റ്റൈഡ്സും സെറമൈഡ്സും ഒക്കെ ഉള്ളൊരു സീറം ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് ആണ്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഹൈഡ്രേറ്റിംഗ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ് മറ്റേതിന് കമ്പയർ ചെയ്യുമ്പോൾ. ഓയിലി കോംബോ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് അഗെയിൻ ദിസ് ഇസ് ഓൾസോ ഗ്ലാസ്, സോ തീരെ ട്രാവൽ ഫ്രണ്ട്ലി അല്ല. ആൻഡ് ഇത് ഭയങ്കര റണ്ണി ആയതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ഇത് ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഹെവി ടു. ഓക്കെ, സോ തീരെ ട്രാവൽ ഫ്രണ്ട്ലി അല്ല ഈ പാക്കേജിങ്. അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. ഈ ഇടയ്ക്ക് ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ ഞാൻ നാട്ടിൽ പോയിരുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്ത പ്രൊഡക്ട്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് എടുത്തു പറയുന്നത്. ബിക്കോസ് ഞാൻ ഇതൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അടുത്തത് ഫിഫ്ത്ത് ആൻഡ് ദി ലാസ്റ്റ് പ്രൊഡക്റ്റ് വി ഹാവ് ടുഡേ ഇസ് മിനിമലിസ്റ്റിൻ്റെ സിങ്ക് ഓക്സൈഡ് പ്ലസ് B2 ഹീലിംഗ് ഓയിൽമെൻറ്റ്. ഇതേക്കുറിച്ച് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ആസ് എ നെയിം സജസ്റ്റ് ഇതൊരു ഹീലിംഗ് ഓയിൻമെൻറ്റ് ആണ് ആൻഡ് ദിസ് വർക്ക്സ് ലൈക്ക് എ ട്രീറ്റ്മെൻറ്റ്. ഇതിൽ കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് സിങ്ക് ഓക്സൈഡും വൈറ്റമിൻ B5 ആണ്, ദാറ്റ് ഇസ് പാന്തനോൾ. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ ഒന്ന് സൂതൻ ചെയ്യാനും ഒന്ന് ഹീൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ ഇറിറ്റേഷൻ, റാഷസ്, എക്സിമ അതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ്. ഇതിൽ സ്പെസിഫിക്കലി മെൻഷൻഡ് ആണ് ദാറ്റ് ദിസ് ഇസ് മിനിമലിസ്റ്റ് പീഡിയാട്രിക് റേഞ്ചിൽ നിന്നുള്ളതാണ് ആൻഡ് ദിസ് ഇസ് ഗുഡ് ഫോർ ഡയപ്പർ റാഷസ് എന്നും ഇതിൽ മെൻഷൻഡ് ആണ് കേട്ടോ. സോ ന്യൂ ബോൺ ബേബീസ് തൊട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡയപ്പർ റാഷിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ആൻഡ് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ടു ബ്ലെൻഡ്. ഓക്കെ, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ദാറ്റ് ഓൾസോ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ആൻഡ് ഇത് ജനറലി ഒരു ക്രീം പോലെയോ മോയ്സ്ചറൈസർ പോലെയോ ഒന്നും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ആൻഡ് എല്ലാവർക്കും ഇത് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റും അല്ല. ഞാനിതെന്താ മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഈയിടെയായിട്ട് പുള്ളിയുടെ ഫിംഗേഴ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഈ മടങ്ങുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ക്രാക്സ് പോലെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഭാഗത്ത് ഡ്രൈ ആയിട്ട് ഇച്ചിരി സ്കിന്ന് പീൽ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് ആക്ച്വലി ഡോക്ടറിനെ പോയി കാണിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ആ ക്രാക്സ് ഒക്കെ കുറച്ചൊന്ന് ഹീലായി ഒന്ന് സെറ്റിൽ ഡൗൺ ആയി എന്നുള്ളപ്പം ആ ക്രീമും തീർന്നു കഴിഞ്ഞപ്പം ഐ തോട്ട് ഓക്കെ ഫൈൻ, അതും ഏകദേശം ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്, പ്രശ്നമൊന്നും കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച് അന്ന് ഈ പ്രൊഡക്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ഡ്രൈനെസ്സും ആ ഒരു കുറച്ചൊരു റെഡ്നെസ്സും ഒക്കെ ഒന്ന് പോയി കുറച്ചുകൂടെ ഒന്ന് ഹീൽ ചെയ്യുമോ കാം ചെയ്യുമോ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ പ്ലാൻ വർക്കായി. ഇറ്റ് വർക്ക് പ്രിറ്റി വെൽ ഫോർ ഹിം. ആ ഒരു ഡ്രൈനെസ്സും മൈനർ കട്ട്സും ആ റാഷസും കുറച്ചൊരു ഇറിറ്റേറ്റഡ് സെൻസിറ്റൈവ് സ്കിന്നൊക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പക്ഷേ ബാക്കി ക്രീമിനെ പോലെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ബ്ലെൻഡ് ഇൻ ചെയ്ത് പെട്ടെന്ന് പരിപാടി തീരാത്തതുകൊണ്ട് കുറച്ച് അപ്ലൈ ചെയ്ത് ഇച്ചിരി നേരം എടുത്തിങ്ങനെ ബ്ലെൻഡ് ഇൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഒക്കെ പോയി ഇത് നല്ലപോലെ ബ്ലെൻഡ് ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് ദിസ് വാസ് നോട്ട് മൈ ഹസ്ബൻഡ്സ് ഫസ്റ്റ് ചോയ്സ്. മറ്റ് ക്രീംസ് ഉണ്ടായിരുന്ന പുള്ളി അത് തന്നെ എടുത്തേനെ. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാനൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ട് പണിയെടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് പണി ചെയ്യാത്തതുകൊണ്ട് ദിസ് വാസ് നോട്ട് ഹിസ്
ഫേവറേറ്റ്, പക്ഷേ ജസ്റ്റ് ട്രീറ്റഡ് ദി പ്രോബ്ലം. ഇതിന് 399 റുപ്പീസാണ് വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ നെസസറി. പക്ഷേ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽമെൻറ്റ് പോലെ നിങ്ങളുടെ വീട്ടിൽ കരുതി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരെണ്ണം മേടിച്ച് വെക്കാം ഓഫർ ടൈമിൽ. അല്ലെങ്കിൽ ഇത് ഒട്ടും ആവശ്യമില്ല കേട്ടോ. സോ പ്ലീസ് യൂസ് ദിസ് ഓൺ യുവർ ബോഡി ആൻഡ് നോട്ട് ഓൺ യുവർ ഫേസ്, ബിക്കോസ് ആസ് എ സെഡ് ഇത് ഭയങ്കര തിക്കാണ്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാമെന്ന് എവിടെയും മെൻഷൻഡും അല്ല, ആൻഡ് ബോഡിക്ക് മാത്രമൊന്നും സ്പെസിഫിക്കലി മെൻഷൻഡ് അല്ല. ബട്ട് ഞാൻ മിനിമലിസ്റ്റിൻ്റെ വെബ്സൈറ്റ് ത്രൂ പോയപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസിൽ ഇത് അപ്ലൈ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ. സോ അവരതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഫേസിൽ നിന്ന് സ്പെസിഫിക്കലി റെക്കമെൻഡഡ് അല്ല എന്നുള്ളത്. അതുകൊണ്ട് അവോയ്ഡ് യൂസിങ് ദിസ് ഓൺ യുവർ ഫേസ് ആൻഡ് യൂസ് ദിസ് ഓൺ യുവർ ബോഡി. ഇതുപോലത്തെ എന്തെങ്കിലും സെൻസിറ്റിവിറ്റി, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര തിക്ക് ആൻഡ് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇത് ഈ ട്യൂബിൽ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് പ്രസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മേടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് ട്യൂബിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ആ വാട്ടർ ആൻഡ് ഈ ക്രീം കുറച്ച് സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതെന്ത് ചെയ്യുമെന്ന് ഇത് ക്ലെയിം ചെയ്യുന്നു, അത് ഇത് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. സോ ഇതൊക്കെ ആയിരുന്നു ഞാൻ പുതുതായിട്ട് ട്രൈ ചെയ്ത കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആൻഡ് മൈ തോട്ട്സ് ആൻഡ് റിവ്യൂസ് ഓൺ ദോസ് പ്രൊഡക്റ്റ്. അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സും തന്നെ നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു ആൻഡ് ഇറ്റ് വർക്ക്ഡ് റിയലി വെൽ ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.